ഭരണവും സമരവും എന്ന പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറാൻ ഇടത് സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബി.ജെ.പിയോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ് നിലനിർത്തുമ്പോഴും കേന്ദ്രവുമായി നിരന്തര സമരമെന്ന മുൻകാല നിലപാട് ഒഴിവാക്കുകയാണ് പിണറായി സർക്കാർ. ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും രണ്ട് ഗവൺമെൻറ്റുകൾ എന്ന നിലക്ക് നല്ല രീതിയിൽ സഹകരിച്ച് തന്നെയാണ് പോകുന്നത്. ചരക്ക് സേവന നികുതി, നോട്ട് അസാധുവാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കർക്കശ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് സഹകരണ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചപ്പോൾ കേരളത്തെ ഒന്നടങ്കം അതിനെതിരെ അണിനിരത്താൻ മുൻകൈയെടുത്തതും സർക്കാർ തന്നെയായിരുന്നു. GSTയിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം കുറയുന്നതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചത്. ദേശീയപാതകൾ 6 വരിയാക്കൽ, പ്രവാസികളുടെ വിഷയം, ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് പ്രശ്നങ്ങൾ എന്നിവയിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരും അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും വഷളാകാതെ നോക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്തു. റേഷൻ വിഹിതത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അനുകൂല നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടാകാത്തത്. സർവകക്ഷി സംഘത്തെ കാണാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയുടെ നിലപാടും നേരത്തെ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം തന്നെ കാണാൻ ഔദ്യോഗിക ബസ്സിലെത്തിയ പിണറായി വിജയനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇത് സ്വന്തം വീടായി കരുതാമെന്നായിരുന്നു. മറ്റൊരു മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രി ഇത് പറഞ്ഞിട്ടില്ല. ലോ കല്യാൺ മാർഗിലെ അല്ലെങ്കിൽ പഴയ റേസ് കോഴ്സ് റോഡിലെ 7-ാം നമ്പർ വസതി പിണറായി വിജയൻ്റെ സ്വന്തം വീടായി മാറുമോ? കാത്തിരുന്ന് കാണാം. വസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.